2021 മെയ് മാസം 28-ാം തീയതി നാസ അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ചില ദൃശ്യങ്ങളൊക്കെ പങ്കുവച്ചു. അത് ചൊവ്വാഗ്രഹത്തിൻ്റെ വിചിത്രമായ അതിമനോഹരമായ ചില ദൃശ്യങ്ങളായിരുന്നു. ചൊവ്വാഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിലൂടെ ഒഴുകി നടക്കുന്ന മഴമേഘങ്ങളുടെ ദൃശ്യങ്ങളാണ് നാസ അന്ന് പബ്ലിഷ് ചെയ്തത്. ചൊവ്വാഗ്രഹത്തിൻ്റെ പ്രതലത്തിലൂടെ പര്യവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നാസയുടെ ക്യൂരിയോസിറ്റി റോവറായിരുന്നു അന്നത് ചിത്രീകരിച്ചത്. മെയ് മാസം 28-ാം തീയതി പബ്ലിഷ് ചെയ്തു വന്നെങ്കിലും യഥാർത്ഥത്തിൽ ചിത്രീകരണം നടന്നത് കുറച്ച് ദിവസം മുമ്പാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ മാർച്ച് മാസം 19-ാം തീയതിയായിരുന്നു. ആ സമയത്ത് അത്രയധികം മേഘങ്ങൾ അവിടെ ഉണ്ടാകേണ്ടതല്ല. നാസ ശരിക്കും അത്രയും മേഘങ്ങളെ പ്രതീക്ഷിച്ചുമില്ല. കാരണം മഴക്കാലം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ചൊവ്വാഗ്രഹത്തിൽ നമ്മുടെ ഭൂമിയിലുള്ളതുപോലെ മഴക്കാലം, വേനൽക്കാലം എന്നിങ്ങനെ പല പല സീസൺസ് ഉണ്ടോ? ഭൂമിയിലുള്ള അതേപടി അല്ലെങ്കിൽ പോലും ചൊവ്വാഗ്രഹത്തിലും സീസൺസ് ഉണ്ട്. 4 സീസണുകളാണ് അവിടെ ഉള്ളത്. ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന ദിവസങ്ങളുടെ എണ്ണം അത് ചൊവ്വയിലെ ദിവസങ്ങളല്ല, ഭൗമ ദിവസങ്ങളാണ്, അതായത് ഭൂമിയിലെ ദിവസങ്ങളാണ്. അവിടുത്തെ സ്പ്രിംഗർ സീസൺ 194 ഭൗമ ദിനങ്ങളിലാണ്. വേനൽക്കാലം 178 ഭൗമദിനങ്ങൾ, ഓട്ടം 142 ഭൗമദിനങ്ങൾ, വിൻ്റർ അതായത് മഴമേഘങ്ങളെ ആകാശത്ത് കാണാൻ സാധിക്കുന്ന സീസൺ അത് 154 ദിവസങ്ങളാണ് നീണ്ടു നിൽക്കുന്നത്. നാസ പബ്ലിഷ് ചെയ്ത ഈ ഒരൊറ്റ ചിത്രം ശരിക്കും ഒരൊറ്റ ഇമേജ് അല്ല, 6 വ്യത്യസ്തമായിട്ടുള്ള ഇമേജുകൾ തുന്നിച്ചേർത്തിട്ടാണ് ഈ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുത്തത്. കാരണം ക്യൂരിയോസിറ്റിക്ക് അത്രയും വലിയ ഒരു ഏരിയയെ ഒരൊറ്റ ഇമേജ് കൊണ്ട് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കില്ല. 6 വ്യത്യസ്ത ഇമേജുകൾ എടുത്ത് അത് പിന്നീട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് പതിവ്. ഭൂമിയിൽ വേനൽക്കാലവും മഞ്ഞുകാലവും ഒക്കെ ഉണ്ടാകുന്നത് പോലെയല്ല ചൊവ്വാഗ്രഹത്തിൽ വേനൽക്കാലവും മഞ്ഞുകാലവും ഉണ്ടാകുന്നത്. ഭൂമിയിൽ എങ്ങനെയാണ് വേനൽക്കാലം ഉണ്ടാകുന്നത്, അത് മഞ്ഞുകാലമായി മാറുന്നത് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ചില ഗ്രാഫിക്സ് ഒക്കെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ മുമ്പ് ഞാൻ ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. ചൊവ്വാഗ്രഹത്തിലെ വേനൽക്കാലവും മഞ്ഞുകാലവും ഉണ്ടാകുന്നത് ചൊവ്വാഗ്രഹത്തിൻ്റെയും സൂര്യൻ്റെയും തമ്മിലുള്ള ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എല്ലാ ഗ്രഹങ്ങളെയും പോലെ തന്നെ ചൊവ്വാഗ്രഹം ഒരു ദീർഘവൃത്താകൃതിയിൽ അല്ലെങ്കിൽ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെയാണ് സൂര്യനെ വലം വയ്ക്കുന്നത്. അതായത് ചില ഘട്ടങ്ങളിലൊക്കെ സൂര്യൻ്റെ അടുത്തൂടെ കടന്നു പോകും, ചില ഘട്ടങ്ങളിലൊക്കെ സൂര്യനിൽ നിന്നും അകന്നായിരിക്കും കടന്നു പോവുക. ചൊവ്വാഗ്രഹം സൂര്യൻ്റെ അടുത്തൂടെ കടന്നു പോകുമ്പോൾ നമ്മളതിനെ പെരിഹീലിയൻ എന്ന് പറയും. ഇനി ചൊവ്വാഗ്രഹം സൂര്യനിൽ നിന്നും അകന്നാണ് കടന്നു പോകുന്നതെങ്കിൽ അത് എപ്പിഹീലിയൻ. പെരിഹീലിയൻ നടക്കുമ്പോൾ ചൊവ്വാഗ്രഹവും സൂര്യനും തമ്മിലുള്ള ദൂരം 1.38 ആസ്ട്രോണോമിക്കൽ യൂണിറ്റാണ്. ഒരു ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരമാണ്. അത് ഏകദേശം 15 കോടി കിലോമീറ്റർ വരും. എപ്പിഹീലിയൻ നടക്കുന്ന സമയത്ത് ചൊവ്വാഗ്രഹവും സൂര്യനും തമ്മിലുള്ള ദൂരം 1.67 ആസ്ട്രോണോമിക്കൽ യൂണിറ്റാണ്. ഭൂമിയിൽ നമുക്ക് ഇത്രയും വലിയൊരു ഡിഫറൻസ് ഒന്നും കാണാൻ കഴിയില്ല. അതിൻ്റെ കാരണം ഭൂമിയുടെ എലിപ്റ്റിക്കൽ ഓർബിറ്റിനേക്കാൾ കുറച്ചുകൂടെ ലെങ്ത് കൂടിയിട്ടുള്ള ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റാണ് ചൊവ്വാഗ്രഹത്തിനുള്ളത്. പെരിഹീലിയൻ നടക്കുമ്പോഴുള്ള സൂര്യൻ്റെയും ചൊവ്വാഗ്രഹത്തിൻ്റെ ഡിസ്റ്റൻസും എപ്പിഹീലിയൻ നടക്കുമ്പോഴുള്ള ചൊവ്വാഗ്രഹത്തിൻ്റെയും സൂര്യൻ്റെയും ഡിസ്റ്റൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 4.2 കോടി കിലോമീറ്ററുകളാണ്. അതേസമയം ഭൂമിയിലെ ഈ അവസ്ഥയിലെ ഡിഫറൻസ് എന്ന് പറയുന്നത് വെറും 50 ലക്ഷം കിലോമീറ്റർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ സൂര്യനിൽ നിന്ന് അകലെ ആയതുകൊണ്ട് ഭൂമിയിൽ വലിയ രീതിയിൽ തണുപ്പൊന്നും ഉണ്ടാകില്ല. സൂര്യൻ്റെ അടുത്തൂടെ കടന്നു പോകുന്നതുകൊണ്ട് വലിയ രീതിയിൽ ചൂടും ഉണ്ടാകില്ല. പക്ഷേ ചൊവ്വാഗ്രഹത്തിൽ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ നടക്കും. കാരണം ആ ഡിഫറൻസ് എന്ന് പറയുന്നത് അതൊരു വലിയ ഡിഫറൻസ് ആണ്. 2021 ജനുവരി മാസത്തിൻ്റെ അവസാന ഘട്ടത്തിലും ക്യൂരിയോസിറ്റിക്ക് മഴമേഘങ്ങളെ ചിത്രീകരിക്കാൻ സാധിച്ചു. അതിൻ്റെ അർത്ഥം ആ സമയത്ത് മാത്രമാണ് അതിന് ശ്രമിച്ചതെന്നല്ല. അതിന് മുമ്പ് ശ്രമിച്ചിട്ടുണ്ട്, അതിന് ശേഷവും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ മാർച്ച് മാസത്തിലും ജനുവരി മാസത്തിൻ്റെ അവസാന ഘട്ടത്തിലുമാണ് മഴമേഘങ്ങളെ കാണാൻ സാധിച്ചത്. ജനുവരി മാസത്തിൽ കണ്ട മഴമേഘങ്ങൾക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ ചൊവ്വാഗ്രഹത്തിൻ്റെ പ്രതലത്തിൽ നിന്നുള്ള ഈ മഴമേഘങ്ങളുടെ ഉയരം എന്ന് പറയുന്നത് ഏകദേശം 60 കിലോമീറ്റർ ആണ്. പക്ഷേ ജനുവരി മാസത്തിൻ്റെ അവസാന ഘട്ടങ്ങൾ കണ്ട ആ മഴമേഘങ്ങൾക്ക് 60 കിലോമീറ്റർ ഉയരമായിരുന്നില്ല. അതിനേക്കാൾ കൂടുതൽ ഉയരത്തിലായിരുന്നു ആ മഴമേഘങ്ങൾ സ്ഥിതി ചെയ്തത്. സന്ധ്യാസമയമായതുകൊണ്ട് വ്യക്തമായിട്ടുള്ളൊരു ദൃശ്യം കിട്ടിയില്ലെങ്കിൽ പോലും
ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിന് നമ്മളെ സഹായിച്ചത് അവിടുത്തെ നിറഭേദങ്ങളാണ്. അതിമനോഹരമായ രീതിയിൽ ആ മഴമേഘങ്ങളുടെ നിറങ്ങൾ മാറുന്നുണ്ടായിരുന്നു. ആ നിറങ്ങൾ മാറുന്ന ചിത്രങ്ങളിലൂടെ എങ്ങനെയാണ് ചൊവ്വാഗ്രഹത്തിൽ മഴമേഘങ്ങൾ ഉണ്ടാകുന്നതെന്നും ആ മഴമേഘത്തിൽ എന്തൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കോണ്ടൻറ്റുകളാണ് ഉള്ളതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പഠനത്തിലൂടെ നാസ മനസ്സിലാക്കിയത് 60 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള മഴമേഘങ്ങളിൽ കൂടുതലായിട്ടും അടങ്ങിയിരിക്കുന്നത് ഫ്രോസൺ വാട്ടറാണ്. അതായത് ഐസ് രൂപത്തിലുള്ള ജലമാണ് അവിടെ അടങ്ങിയിരിക്കുന്നത്. എന്നാൽ 60 കിലോമീറ്ററിന് മുകളിലുള്ള മഴമേഘങ്ങളാണെങ്കിൽ അവിടെ ഫ്രോസൺ വാട്ടർ ആയിരിക്കില്ല, അവിടെ ഡ്രൈ ഐസ് ആയിരിക്കും. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകം അല്ലെങ്കിൽ ഗ്യാസ് അവിടെ ഗ്യാസിൻ്റെ രൂപത്തിലല്ല കാണുന്നത്, മറിച്ച് സോളിഡ് ഫോമിൽ അല്ലെങ്കിൽ ഖരരൂപത്തിലായിരിക്കും അവിടെ കാണുക. ക്യൂരിയോസിറ്റി റോവറിൽ 2 തരത്തിലുള്ള ക്യാമറകളുണ്ട്. ഒന്ന് നാവിഗേഷൻ ക്യാമറയാണ്. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ നാവിഗേഷന് വേണ്ടി, അതായത് ക്യൂരിയോസിറ്റി റോവറിന് ആ ചൊവ്വയുടെ പ്രതലത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാമറ യൂസ് ചെയ്യുന്നത്. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറയാണ്. പക്ഷേ ചില ഘട്ടങ്ങളിലൊക്കെ ഈ ക്യാമറ തന്നെ ഉപയോഗിച്ച് അന്തരീക്ഷത്തെ ചിത്രീകരിക്കാനും ക്യൂരിയോസിറ്റി ശ്രമിക്കാറുണ്ട്. ഈ മേഘങ്ങളെയും അത്തരത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ആണെങ്കിൽ പോലും ആ മേഘങ്ങളുടെ സ്ട്രക്ചർ പഠിക്കാൻ ഈ ക്യാമറയിൽ നിന്ന് കിട്ടുന്ന ഇമേജുകൾ ഉത്തമമാണ്. ഇതുകൂടാതെ മസ്ക്യാം എന്ന പേരിൽ മറ്റൊരു ക്യാമറ കൂടിയുണ്ട്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, അത് കളറാണ്. ആ കളർ ഇമേജുകളിലൂടെ അതിമനോഹരമായിട്ടുള്ള പല നിറങ്ങളിലുള്ള മേഘങ്ങളെ നമുക്ക് കാണാൻ സാധിച്ചു. നൊക്റ്റിലൂസൻ മേഘങ്ങൾ, അത് ചൊവ്വാഗ്രഹത്തിൽ ധാരാളമായി കാണുന്ന തരത്തിലുള്ള മേഘങ്ങളാണ്. നൊക്റ്റിലൂസൻ മേഘങ്ങളുടെ പ്രത്യേകത അത് തിളങ്ങുന്ന മേഘങ്ങളാണ്. അത് തിളങ്ങുന്നത് പകൽ സമയത്തല്ല, രാത്രികാലങ്ങളിലാണ്. രാത്രികാലങ്ങളിൽ അവിടെ സൂര്യൻ്റെ ഒരു പ്രകാശവും നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ മേഘങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മേഘങ്ങൾ തിളങ്ങുന്നതായിട്ട് കാണാം. കാരണം സൂര്യൻ തന്നെയാണ്. സൂര്യൻ്റെ പ്രകാശം ആ ഘട്ടത്തിൽ ചൊവ്വാഗ്രഹത്തിൻ്റെ പ്രതലത്തിൽ വന്ന് പതിക്കുന്നില്ല, പക്ഷേ അത് മേഘങ്ങളിൽ അല്ലെങ്കിൽ മേഘങ്ങളുടെ മുകൾ ഭാഗത്ത് വന്ന് പതിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് തിളങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. നൊക്റ്റിലൂസൻ മേഘങ്ങളെ നമുക്ക് ഇങ്ങ് ഭൂമിയിലും കാണാൻ സാധിക്കും. പക്ഷേ ഇന്ത്യയിൽ നിന്നുകൊണ്ട് അത് കാണാൻ കഴിയില്ല. അത് കാണണമെങ്കിൽ ധ്രുവപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകണം. അതായത് നോർത്ത് അമേരിക്കയുടെ ഏറ്റവും ഉത്തരഭാഗങ്ങൾ, യൂറോപ്യൻ മേഖലകൾ, ഓസ്ട്രേലിയ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇത് നമുക്ക് കാണാൻ കഴിയും. ഇറിഡോസൻ മേഘങ്ങളെയും നമുക്ക് ചൊവ്വാഗ്രഹത്തിൽ കാണാൻ കഴിയും. ഇറിഡോസൻ്റെ പ്രത്യേകത നിറങ്ങളാണ്. ചുവപ്പ്, പച്ച, പർപ്പിൾ, ബ്ലൂ തുടങ്ങിയ നിറങ്ങളിൽ നമുക്ക് മേഘങ്ങളെ കാണാം. അതുകൊണ്ട് തന്നെ ഈ മേഘങ്ങളെ മദർ ഓഫ് പേൾ എന്നും പറയാറുണ്ട്. മേഘങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചോദ്യമുണ്ടാകും. മേഘമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ അവിടെ മഴ പെയ്യുമോ? അവിടെ മഴ പെയ്യും. പക്ഷേ ഭൂമിയിൽ പെയ്യുന്നത് പോലുള്ളൊരു മഴയല്ല. ഭൂമിയിൽ പലതരത്തിലുള്ള മഴകളുണ്ട്. ഇവിടെ ജലം മഴയായിട്ട് പെയ്യും, മഞ്ഞും മഴയായിട്ട് പെയ്യും. ജലം പെയ്യുന്നതിനോടൊപ്പം തന്നെ ഖരരൂപത്തിലുള്ള ചെറിയ ചെറിയ ഐസിൻ്റെ രൂപത്തിലും മഴ ഇവിടെ പെയ്യും. പക്ഷേ ചൊവ്വാഗ്രഹത്തിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള മഴയാണ് പെയ്യുന്നത്. അവിടെ ചിലപ്പം ഫ്രോസൺ ഐസ് ആയിരിക്കും മഴയായിട്ട് പെയ്യുന്നത്, അല്ലെങ്കിൽ ഡ്രൈ ഐസ് ആയിരിക്കും. ഫ്രോസൺ ഐസ് എന്ന് പറയുമ്പോൾ അത് ജലം തന്നെയാണ്, പക്ഷേ ഐസിൻ്റെ രൂപത്തിലായിരിക്കും അവിടെ മഴയായിട്ട് പെയ്യുന്നത്. ഡ്രൈ ഐസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കരരൂപത്തിലുള്ള അവസ്ഥയാണ്. ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് നമുക്ക് ചിത്രീകരിക്കാൻ പോലും സാധിച്ചിട്ടുണ്ട്. 1970കളിൽ നാസ ഒരു പേടകത്തെ ചൊവ്വാഗ്രഹത്തിലേക്ക് വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് വൈക്കിംഗ് ചിത്രീകരിച്ചു. 1974 സെപ്റ്റംബർ മാസത്തിലായിരുന്നു ആ ചിത്രീകരണം നടന്നത്. ഇതിനെ നമുക്ക് ചൊവ്വാഗ്രഹത്തിൻ്റെ പ്രതലത്തിൽ കാണാൻ സാധിക്കുന്ന ലീനിയർ ഗള്ളീസുമായിട്ട് കൂട്ടി വായിക്കാം. ഭൂമിയിൽ മഴ പെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഉയരം കൂടിയ സ്ഥലങ്ങളിൽ നിന്നും ഈ ജലം ഒഴുകി താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് പോകും. ഒടുവിൽ അത് കടലിലെത്തും. ഇതേ രീതിയിലുള്ളൊരു പ്രതിഭാസം അങ്ങ് ചൊവ്വാഗ്രഹത്തിലുമുണ്ട്. ഉയർന്ന പ്രദേശങ്ങളിൽ ഇങ്ങനെ വന്ന് പതിക്കുന്ന ഡ്രൈ ഐസ് അല്ലെങ്കിൽ ഫ്രോസൺ ഐസുകൾ അത് അവിടെ നിന്ന് സ്ലൈഡ് ചെയ്ത് വാലിയിലേക്ക്, അതായത് താഴ്വാരങ്ങളിലേക്ക് പോകും. അങ്ങനെ താഴ്വാരങ്ങളിലേക്ക് കട്ടിയുള്ള ഖരരൂപത്തിലുള്ള ഒരു വസ്തു പോകുമ്പോൾ അവിടെ ഒരു വര കാണാൻ സാധിക്കും. അങ്ങനെ കാണുന്ന വരയാണ് ലീനിയർ ഗള്ളീസ്. പല ഘട്ടങ്ങളിലായിട്ട് നമുക്ക് അനവധി ലീനിയർ ഗള്ളീസിനെ ചൊവ്വയുടെ പ്രതലത്തിൽ നിന്നും ചിത്രീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ചൊവ്വാഗ്രഹത്തിൽ ലീനിയർ ഗള്ളീസ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് അറിയാൻ നാസ നമ്മുടെ ഭൂമിയിലൊരു പരീക്ഷണം നടത്തി. മരുഭൂമിയിലാണ് പരീക്ഷണം നടത്തിയത്.
പരീക്ഷണത്തിന് വേണ്ടി അവർ 2 വസ്തുക്കളാണ് ഉപയോഗിച്ചത്. ഒന്ന് ചൊവ്വാഗ്രഹത്തിൽ പെയ്യുന്നത് പോലുള്ള ഒരു ഡ്രൈ ഐസ്, പിന്നെ ചൊവ്വാഗ്രഹത്തിൽ പെയ്യുന്നത് പോലുള്ള ഒരു ഫ്രോസൺ ഐസ്. രണ്ടും മരുഭൂമിയിലെ ചില കുന്നുകളുടെ മുകളിൽ നിന്ന് താഴേക്ക് ഒഴുക്കിവിടാൻ നോക്കി. ഫ്രോസൺ ഐസ്, അതായത് ജലം കട്ടിപിടിച്ചിട്ടുള്ള ഐസിൻ്റെ രൂപം, അത് കാര്യമായിട്ട് ഉരുണ്ടു പോകുന്നില്ല. പക്ഷേ വളരെ സ്മൂത്തായിട്ടാണ് ഡ്രൈ ഐസ് ഒഴുകിപ്പോകുന്നത്. അതിൻ്റെ പിന്നിലൊരു ശാസ്ത്രമുണ്ട്. ഡ്രൈ ഐസ് പ്രതലവുമായിട്ട് കൂട്ടിമുട്ടുമ്പോൾ ആ കൂട്ടിമുട്ടുന്ന ഭാഗത്തെ ഡ്രൈ ഐസ് ഉരുകും. ഡ്രൈ ഐസ് ഉരുകിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലോ. അപ്പോൾ അത് കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറും. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകമായിട്ട് മാറും. ഈ വാതകം ഡ്രൈ ഐസിനും അതിന് താഴെയുള്ള പ്രതലത്തിനും ഇടയിൽ ഒരു പാളിയായിട്ട്, ഒരു ലെയറായിട്ട് നിലകൊള്ളും. അതായത് ഡ്രൈ ഐസിൻ്റെ തൊട്ട് താഴെയുള്ളത് പ്രതലമല്ല, മറിച്ച് വാതകമാണ്. അതായത് ഡ്രൈ ഐസ് അക്ഷരാർത്ഥത്തിൽ നിലം തൊടാതെ അല്പമൊന്ന് പൊങ്ങി നിൽക്കുകയാണ്. അങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് സുഖമായിട്ട് ഉരുണ്ട് അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്ത് താഴേക്ക് പോകാൻ സാധിക്കും. അങ്ങനെയാണ് ചൊവ്വാഗ്രഹത്തിൽ ലീനിയർ ഗള്ളീസ് ഉണ്ടായിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഡ്രൈ ഐസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് അതിൻ്റെ മുകളിൽ കയറി നിൽക്കാം. അപ്പോൾ പോലും അടിയിലുള്ള പ്രതലവുമായിട്ട് ഡ്രൈ ഐസ് കൂട്ടിമുട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ ചൊവ്വാഗ്രഹത്തിൽ ചില കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുവെന്ന് വരാം. ചൊവ്വാഗ്രഹത്തിൻ്റെ പ്രതലത്തിലൂടെ ഡ്രൈ ഐസിൻ്റെ മുകളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അനവധി ആസ്ട്രോനോട്ട്സിനെ കാണാൻ സാധിച്ചു എന്ന് വരാം, ഒരുപക്ഷെ കണ്ടില്ലെന്നും വരാം. ഇനി ചിലപ്പോൾ കാണാൻ പോകുന്നത് വരാൻ പോകുന്ന തലമുറകളായിരിക്കും. എന്താണ് നിങ്ങളുടെ വിലയിരുത്തൽ? ഈ കാലഘട്ടത്തിൽ തന്നെ നമുക്കത് കാണാൻ പറ്റുമോ, അതോ ഒരു കാലഘട്ടത്തിലും അത് നടക്കത്തില്ലേ? എന്താണെങ്കിലും കമൻറ്റിൽ അതൊന്ന് രേഖപ്പെടുത്തൂ. ഇത്തരത്തിലുള്ള സയൻസ് വീഡിയോസ് കാണാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MPK20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.